In this session, we shall discuss the fourth module, that is law of agency. Law of agency, the legal provisions relating to agency are contained in section 182 to 238 of the Indian Contract Act. Indian Contract Act, section 182 to 238 deals with the provisions relating to agency contracts, law of agency. Then ഇതിൻ്റെ ഏജൻസിയുടെ ഡെഫിനിഷൻ നമുക്ക് സെക്ഷൻ 182 തന്നിട്ടുണ്ട്. ഇവിടെ ഏജൻറ്റിൻ്റെ ഡെഫിനിഷനാണ്. ഇവിടെ നമ്മളെന്താ ഒരു ഏജൻസി കോൺട്രാക്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദി എംപ്ലോയ്മെൻറ്റ് ഓഫ് വൺ പേഴ്സൺ ബൈ അനദർ ഇൻ ഓർഡർ ടു ബ്രിങ് ദി ലാറ്റർ ഇൻ ടു ലീഗൽ റിലേഷൻഷിപ്പ് വിത്ത് എ തേർഡ് പേഴ്സൺ. നമ്മളൊരു ഒരാളെ ഒരു ഏജൻ്റായിട്ട് നിയമിക്കുന്നതിന് വേണ്ടിയുള്ളൊരു കോൺട്രാക്റ്റാണ് ഏജൻസി കോൺട്രാക്ട്. ഒരു ഏജൻസി കോൺട്രാക്റ്റിൽ പ്രിൻസിപ്പലും ഏജൻറ്റും ഉണ്ടാകും. പ്രിൻസിപ്പൽ ഈസ് ദി പേഴ്സൺ ഹു അപ്പോയിൻറ്റ്സ് അനദർ പേഴ്സൺ ടു ആക്ട് ഓൺ ഹിസ് ബിഹാഫ്. ഏജൻറ്റ് ഈസ് എ പേഴ്സൺ ഹു ആക്ട്സ് ഓൺ ബിഹാഫ് ഓഫ് അനദർ പേഴ്സൺ. ഇപ്പം പ്രിൻസിപ്പലും ഏജൻറ്റും വരുന്നുണ്ട്. ഇവിടെ നമുക്കെന്താ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ എ അപ്പോയിൻറ്റഡ് ബി ടു പർച്ചേസ് എ കാർ ഓൺ ഹിസ് ബിഹാഫ്. എ അപ്പോയിൻറ്റ്സ് ബി ടു പർച്ചേസ് എ കാർ ഓൺ ഹിസ് ബിഹാഫ്. ഇവിടെ എന്താ എ പ്രിൻസിപ്പലും ബി ഏജൻറ്റുമാണ്. ഏജൻറ്റ് ഈസ് എ പേഴ്സൺ ഹു ആക്ട്സ് ഓൺ ബിഹാഫ് ഓഫ് അനദർ പേഴ്സൺ. ദെൻ ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് കോൺട്രാക്ട് ഓഫ് ഏജൻസി. വാലിഡ് കോൺട്രാക്ട് ഓഫ് ഏജൻസിയുടെ പ്രധാനപ്പെട്ട ലീഗൽ റൂൾസ് എന്തൊക്കെയാണ്? 1. There must be an agreement between the principal and the agent. ഇപ്പോൾ ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് കോൺട്രാക്ട് ഓഫ് ഏജൻസി. ഇപ്പോൾ ഒരു വാലിഡ് കോൺട്രാക്ട് ഓഫ് ഏജൻസി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലീഗൽ പ്രൊവിഷൻസിൽ ഒന്നാമതായിട്ട് വരുന്നത് എന്താ? there must be a contract or there must be an agreement between the principal and agent for forming a contract of agency. ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസി ഫോം ചെയ്യുന്നതിന് വേണ്ടി ഏജൻറ്റും പ്രിൻസിപ്പലും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാകണം. ദെൻ ദി എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദി പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. ഏജൻറ്റും പ്രിൻസിപ്പലും തമ്മിലുള്ള എഗ്രിമെൻറ്റ് എക്സ്പ്രസ്സോ ഇംപ്ലൈഡോ ആകാം. എക്സ്പ്രസ് മീൻസ് ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ എക്സ്പ്രസ് ഐദർ ബൈ വേർഡ് സ്പോക്കൺ ഓർ ഇൻ റൈറ്റിംഗ്. ഇംപ്ലൈഡ് മീൻസ് ഇറ്റ് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദി ബിഹേവിയർ, കോണ്ടക്ട് ഓർ സർക്കംസ്റ്റാൻസസ്. ഇംപ്ലൈഡ് ആകാം അല്ലെങ്കിൽ എക്സ്പ്രസ് ആകാം. ദെൻ ദി ഏജൻറ്റ് മസ്റ്റ് ആക്ട് ഇൻ ദി റെപ്രസെൻറ്റേറ്റീവ് കപ്പാസിറ്റി. ദി ഏജൻറ്റ് മസ്റ്റ് always act in the representative capacity. Agent must be always representing his principal. All his acts are in the representative capacity. He is always acting for his principal, on behalf of his principal. ഒരു ഏജന്റ് പ്രിൻസിപ്പലിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഹി നെവർ ആക്ട്സ് ഇൻ ഹിസ് കപ്പാസിറ്റി. അയാളുടെ വ്യക്തിപരമായ കപ്പാസിറ്റിയിലല്ല പ്രവർത്തിക്കുന്നത്. ദെൻ ദി പ്രിൻസിപ്പൽ മസ്റ്റ് ബി കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട്. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഓൾവേസ് ദി പ്രിൻസിപ്പൽ മസ്റ്റ് ബി കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട്. ഏജന്റ് നീഡ് നോട്ട് ബി കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട്. ഈവൻ എ മൈനർ ക്യാൻ ആക്ട് ആസ് എൻ ഏജന്റ്. ബിക്കോസ് ഫോർ ദി ആക്ട്സ് ഓഫ് ദി ഏജന്റ് പ്രിൻസിപ്പൽ വിൽ ബി ലയബിൾ. ഏജന്റിന് വ്യക്തിപരമായ ലയബിലിറ്റി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഏജന്റ് ക്യാൻ ബി ഈവൻ എ മൈനർ. കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട് ആണ് പറയുന്നത് only a person who has attained the age of majority and having sound mind. അപ്പം മേജറായ വ്യക്തിക്ക് സൗണ്ട് മൈൻഡ് ഉണ്ടെങ്കിൽ he is competent to enter into a contract. മൈനറിന് വേണമെങ്കിൽ ഏജൻ്റായിട്ട് പ്രവർത്തിക്കാം. ദെൻ ദി ഏജന്റ് നീഡ് നോട്ട് ബി കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട്. അപ്പോൾ എന്താ അതിൻ്റെ മൈനേഴ്സ് ക്യാൻ ഓൾസോ ആക്ട് ആസ് എൻ ഏജന്റ്. ബട്ട് ദി പ്രിൻസിപ്പൽ മസ്റ്റ് ബി ഓൾവേസ് കോമ്പീറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. പ്രിൻസിപ്പൽ എല്ലായ്പ്പോഴും കോമ്പീറ്റൻസി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ എന്താ ആ കോൺട്രാക്ട് ഓഫ് ഏജൻസിക്ക് വാലിഡിറ്റി ഉണ്ടാകുന്നുള്ളൂ. ദെൻ ദി കൺസിഡറേഷൻ ഈസ് നോട്ട് നെസസറി. ഇൻ കേസ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് ഏജൻസി കൺസിഡറേഷൻ ഈസ് നോട്ട് നെസസറി. കൺസിഡറേഷൻ ഇല്ലാതെയും ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസി ഫോം ചെയ്യാം. അറ്റ് ദി ടൈം ഓഫ് ഫോമിങ് ദി കോൺട്രാക്ട് കൺസിഡറേഷൻ അത്ര ഒരു നെസസറി ആയിട്ടുള്ള കാര്യമല്ല. സാധാരണഗതിയിൽ എന്താണ്, ഒരു റെമ്യൂണറേഷന് വേണ്ടിയാണ് ഏജന്റ് പ്രവർത്തിക്കുന്നത്. ഒരു റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഒരു കമ്മീഷന് വേണ്ടി പ്രവർത്തിക്കുന്നു.
For the formation of a contract of agency, consideration is not necessary. ഇത് 185 തന്നിരിക്കുന്നത്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഏജൻസി, ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ 2 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ചോദിക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഏജൻസി. ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ, വാട്ട് എവർ എ പേഴ്സൺ ക്യാൻ ലോഫുള്ളി ഡു ഹിംസെൽഫ്, then he may also do the same through an agent. That is the first principle. Whatever a person can lawfully do himself, ഒരു വ്യക്തിക്ക് നിയമപരമായിട്ട് സ്വയം ചെയ്യാവുന്നത്, he may also do the same through an agent, അയാൾക്ക് ഒരു ഏജന്റ് മുഖാന്തരവും ചെയ്യാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് സ്വയം ചെയ്യാവുന്ന പ്രവൃത്തികൾ ഒരു ഏജന്റ് മുഖാന്തരവും ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, he who acts through another is considered to have acted personally. He who acts through another, അപ്പം മറ്റൊരാളിലൂടെ പ്രവർത്തിക്കുന്നത് അയാൾ സ്വയം ചെയ്തതായിട്ട് കണക്കാക്കും. ഒരാൾ ഒരു ഏജന്റ് മുഖാന്തരമാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഏജന്റിന്റെ പ്രവൃത്തിയല്ല, പ്രിൻസിപ്പിളിന്റെ പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പം ഈ 2 കാര്യങ്ങൾ എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഏജൻസിയാണ്. അപ്പം ഈ 2 പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ് ഏജൻസി കോൺട്രാക്റ്റുകൾ പ്രവർത്തിക്കുന്നത്. ദെൻ ക്രിയേഷൻ ഓഫ് ഏജൻസി, നമുക്ക് ഏതൊക്കെ രീതിയിൽ ഏജൻസി ക്രിയേറ്റ് ചെയ്യാം? ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ക്രിയേഷൻ ഓഫ് ഏജൻസി. The creation of relationship of principal and agent may take place in any of the following ways. First one, agency by express agreement. Always a contract of agency അല്ലെങ്കിൽ an agency relationship can be created by an express agreement between the principal and agent. Secondly, ഏജൻസി ബൈ ഇംപ്ലൈഡ് എഗ്രിമെന്റ്. എക്സ്പ്രസ് അല്ല, വാക്കാലോ അല്ലെങ്കിൽ റൈറ്റിങ്ങിലോ എഗ്രിമെന്റ് ഇല്ല, ഒരു ഇംപ്ലൈഡ് എഗ്രിമെന്റ് ആണ്. ഇവിടെ എന്താ? ദാറ്റ് എഗ്രിമെന്റ് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദി ബിഹേവിയർ ഓർ കോണ്ടക്ട് ഓർ സർക്കംസ്റ്റാൻസസ്. ഒരു ഇംപ്ലൈഡ് എഗ്രിമെന്റ് ഉണ്ട്, പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാം ഒരു ഇംപ്ലൈഡ് എഗ്രിമെന്റ് ഉണ്ട്. An agency relationship can be created either by an express agreement or implied agreement. Then മൂന്നാമത്, ഏജൻസി ബൈ എസ്റ്റോപ്പൽ. അപ്പം എസ്റ്റോപ്പൽ എന്താ? ദാറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 237. ഇത് 2 മാർക്കിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. വാട്ട് യു മീൻ ബൈ ഏജൻസി ബൈ എസ്റ്റോപ്പൽ? സെക്ഷൻ 237. The term estoppel defined as prevention of a claim or assertion by law. Estoppel means prevention of a claim or assertion by law. In other words, estoppel means to prevent a person from denying a fact. Prevent a person from denying a fact. Where a person has, by his words or conduct, led another one to believe that a particular person is his agent. ഒരു വ്യക്തി അയാളുടെ പ്രവൃത്തി മൂലം മറ്റൊരാളെ വിശ്വസിപ്പിക്കുകയാണ് ഒരാളുടെ ഏജന്റാണ്. എ അയാളുടെ പെരുമാറ്റം കൊണ്ട് ബിയെ വിശ്വസിപ്പിക്കുന്നു സി എയുടെ ഏജന്റാണ് എങ്കിൽ പിന്നീട് ഒരു അവസരത്തിൽ ഇത് ഈ ഫാക്ട് ഡിനൈ ചെയ്യാൻ എയ്ക്ക് സാധ്യമല്ല. അതിന് എസ്റ്റോപ്പൽ പ്രിൻസിപ്പിൾ പറയുന്നത്. Where a person has by his words or conduct led another to believe that particular person is his agent, then he is prevented from denying the truth of the agency. അപ്പം അങ്ങനെ മറ്റൊരാളെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇത് നിഷേധിക്കാൻ നിയമം അയാളെ അനുവദിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഫോം ചെയ്യപ്പെടുന്ന ഏജൻസി കോൺട്രാക്റ്റുകൾക്ക് എന്താ പറയുന്നത്? ഏജൻസി ബൈ എസ്റ്റോപ്പൽ. അത് സെക്ഷൻ 237 തന്നിരിക്കുന്നത്. ദെൻ ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്, 4ാമത്തെ മോഡാണ്. In this case, some affirmative conduct by the principal is necessary to establish agency subsequently, where a person permits another person by long course of conduct. ഒരു വ്യക്തി എന്താ മറ്റൊരു വ്യക്തിയെ ദീർഘകാലത്തെ ഇവർ തമ്മിലുള്ള ഇടപെടലിലൂടെ വിശ്വസിപ്പിക്കുകയാണ്, അയാൾ ഏജന്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. Where a person permits another person by long course of conduct to pledge his credit for certain purposes, he is bound by the act of such person in pledging his credit for similar purposes. അപ്പം ദീർഘകാലമായിട്ട് ഒരു വ്യക്തി അയാളുടെ ക്രെഡിറ്റ് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ മറ്റൊരാളെ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇനി അയാളുടെ അനുവാദമില്ലാതെ മറ്റാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലും അതിന് ലയബിലിറ്റി ഉണ്ടാകും. സോ
though in some cases without the previous permission of his master. This is a case of agency by holding out, which is an implied agency. Agency by holding out is an implied agency. അപ്പം പെരുമാറ്റം കൊണ്ട് ഒരാൾ മറ്റൊരാളെ വിശ്വസിപ്പിക്കുകയാണ്, ഇയാൾ എൻ്റെ ഏജൻ്റാണ്. ഇപ്പം ഇപ്പോൾ ദീർഘകാലമായിട്ട് എയും ബിയും തമ്മിലുള്ള ഒരു ഡീലിങ്സ്, ഇപ്പം ബി എക്ക് വേണ്ടി പല പ്രവർത്തികളിലും ഏർപ്പെടുന്നുണ്ട്, പല ആളുകളുമായിട്ടും പല ഡീലിങ്സിലും ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താ, ആളുകൾ വിശ്വസിക്കുന്നത് നോർമലി എന്താ, ബി എയുടെ ഏജൻ്റാണ്. അപ്പം അങ്ങനെ വരുന്ന കേസിൽ പിന്നീട് അയാൾക്ക് ഡിനൈ ചെയ്യാൻ പറ്റുകയില്ല, അത് മാറ്റി നിർത്താൻ പറ്റുകയില്ല. ദെൻ അടുത്ത് ഏജൻസി ബൈ നെസസിറ്റി, ആവശ്യങ്ങളിൽ നിന്ന്, സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്. പലപ്പോഴും എന്താ, എക്സ്ട്രാ ഓർഡിനറി സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് മേ ഫോഴ്സ് എ പേഴ്സൺ ടു ആക്ട് ആസ് എൻ ഏജന്റ്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഏജൻസി മേ ഓൾസോ ബി ക്രിയേറ്റഡ് ബൈ നെസസിറ്റി ഓഫ് എ പർട്ടിക്കുലർ കേസ്. സംടൈംസ്, അവിടെ എന്താ, സംടൈംസ് എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസ് മേ അറൈസ് ഇൻ വിച്ച് എ പേഴ്സൺ മേ ബി കമ്പൽഡ് ടു ആക്ട് ആസ് എൻ ഏജന്റ് ഓഫ് സം പേഴ്സൺ വിതൗട്ട് റിക്വയറിംഗ് ദി കൺസെന്റ് ഓഫ് ദി സെയിം പേഴ്സൺ. ചില പ്രത്യേക എക്സ്ട്രാ ഓർഡിനറി സാഹചര്യങ്ങളിൽ മറ്റാളുടെ ഏജന്റായിട്ട് പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുന്നു. അപ്പം ആ പ്രിൻസിപ്പളായിട്ട് ആക്ട് ചെയ്യുന്ന ആളുടെ കൺസെന്റ് വേണമെന്നില്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഒരാൾ മറ്റൊരാളുടെ ഏജന്റായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ സച്ച് ഏജൻസീസ് ആർ നോൺ ആസ് ഏജൻസി ബൈ നെസസിറ്റി. ദെൻ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ സാധാരണ പറയുന്നത്, ഇപ്പം ഒരു പല കേസസ് പറയാറുണ്ട്. ഇപ്പം എ കൺസൈൻ സർട്ടൻ ക്വാണ്ടിറ്റി ഓഫ് ബട്ടർ വിത്ത് എ റെയിൽവേ കമ്പനി. ഇപ്പം എ ഒരു കുറേ ക്വാണ്ടിറ്റി, സർട്ടൻ ക്വാണ്ടിറ്റി ഓഫ് ബട്ടർ പെരിഷബിൾ ഗുഡാണ്, റെയിൽവേ കമ്പനിയിൽ ഇത് അയക്കുന്നു. ഡൽഹിയിൽ നിന്നും കുറേ ബട്ടർ കേരളത്തിലേക്ക് വിടുകയാണ്. ഇങ്ങനെ ഈ വരുന്ന ബട്ടർ എന്താ, എവിടെയെങ്കിലും ഇടയ്ക്കെങ്കിലും ഡിലേ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാരണം കൊണ്ട് ട്രെയിൻ അവിടെ പിടിച്ചിട്ടുണ്ട് വന്നു. ട്രെയിൻ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ ഈ ബട്ടർ ഉരുകിപ്പോവും, പെരിഷബിൾ ആണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ റെയിൽവേ കമ്പനി ബട്ടർ എടുത്ത് വിൽക്കുകയാണ് എങ്കിൽ അവിടെ എന്താണ്, റെയിൽവേ കമ്പനി എയുടെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കണക്കാക്കപ്പെടും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ വിറ്റ് കിട്ടുന്നതിൻ്റെ പ്രൊസീഡിങ്സ് റെയിൽവേ കമ്പനി എക്ക് കൊടുക്കേണ്ടതായിട്ടും വരും. ഇവിടെ എന്താണ്, ഇതൊരു സാഹചര്യങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം ഔട്ട് ഓഫ് നെസസിറ്റിയാണ്. ഞാൻ റെയിൽവേ കമ്പനി അതെടുത്ത് വിൽക്കുന്നില്ല എങ്കിൽ അത് മുഴുവൻ നശിച്ചു പോകും. അപ്പം നശിച്ചു പോകുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി റെയിൽവേ കമ്പനി ഹാസ് സോൾഡ് ദി ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് എ. ഇവിടെ റെയിൽവേ കമ്പനി എന്ന എക്ക് വേണ്ടിയാണ് വിൽക്കുന്നത്. ഇവിടെ ഇസ് എ കേസ് ഓഫ് ഏജൻസി ബൈ നെസസിറ്റി. ദെൻ അടുത്തത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻസ്. അപ്പം ഇവിടെ എന്താ, നോർമലി ഇൻ കേസ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ദർ ഈസ് എ റിലേഷൻഷിപ്പ് ലൈക്ക് ദറ്റ് ഓഫ് ആൻ ഏജന്റ്. അപ്പം എ വൈഫ് ഹൂ ലീവ്സ് വിത്ത് ഹർ ഹസ്ബൻഡ് ഹാസ് ഇംപ്ലൈഡ് അതോറിറ്റി ഓഫ് ഹർ ഹസ്ബൻഡ് ടു ബൈ ആർട്ടിക്കിൾസ് ഓഫ് ഹൗസ് ഹോൾഡ് നെസസിറ്റി. അപ്പം ഭർത്താവിൻ്റെ കൂടെ ഒരു കുടുംബത്തിൽ താമസിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് ഹൗസ് ഹോൾഡ് ഐറ്റംസ് വാങ്ങാനുള്ള ഒരു ഇംപ്ലൈഡ് അതോറിറ്റി ഉണ്ട്. ഇവിടെ എന്താ, ഭാര്യ വാങ്ങുന്ന സാധനങ്ങളുടെ പേയ്മെൻറ്റ് നടത്താനുള്ള ബാധ്യത ഹസ്ബൻഡിനുണ്ടാകുന്നു. ഇവിടെ എന്താ, ഹസ്ബൻഡ് പ്രിൻസിപ്പളും വൈഫ് ഒരു ഏജൻറ്റുമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. സോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു ഏജൻസി നേച്ചർ ഉണ്ടാകുന്നുണ്ട്. ദെൻ ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ചില പ്രത്യേക സാഹചര്യങ്ങൾ എന്താണ്, നിയമത്തിൻ്റെ പ്രവർത്തനം കാരണം ഒരു ഏജൻസി റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാകും. കാരണം പാർട്ട്ണർഷിപ്പുകളിലാണിത്. ഏജൻസി ബൈ ദി ഓപ്പറേഷൻ ഓഫ് ലോ. എല്ലാ പാർട്ട്ണർഷിപ്പുകളിലും എല്ലാ പാർട്ട്നേഴ്സും എന്താ, മറ്റു പാർട്ട്നേഴ്സിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ദർ ഈസ് എൻ ഏജൻസി റിലേഷൻഷിപ്പ് എമംഗ് ദി പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഏജൻസി റിലേഷൻഷിപ്പ് ഉണ്ട്. ദെൻ ഏജൻസി ബി റാറ്റിഫിക്കേഷൻ, ദറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 196. ഏജൻസി ഫോർ റാറ്റിഫിക്കേഷൻ. The term ratification may be defined as confirmation of acts already done. Confirmation of acts already done. Ratification, ratify. ചെയ്തു കഴിഞ്ഞ ഒരു പ്രവൃത്തിക്ക് അംഗീകാരം കൊടുക്കുന്നു, അതാണ് റാറ്റിഫിക്കേഷൻ. Sometimes a person does some act on behalf of another person without his knowledge or authority, and such a person later ratifies the act done on his behalf. In such a case, a valid agency is created by ratification.
ഇവിടെ ഒരു വാലിഡ് ഏജൻസി ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു വ്യക്തി എന്താ മറ്റൊരാളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അയാൾക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി പിന്നീട് ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്, അയാൾ ഇത് റാറ്റിഫൈ ചെയ്യുന്നു, അംഗീകരിക്കുന്നു. അങ്ങനെ അംഗീകരിച്ച് കഴിയുമ്പോൾ അവിടെ എന്താ ഒരു ഏജൻസി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഏജൻസി റിലേഷൻഷിപ്പ് എന്താ പറയുന്നത്, ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ. ദാറ്റ് ഈസ് സെക്ഷൻ 196 തന്നിരിക്കുന്ന ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ. ദെൻ കൈൻഡ്സ് ഓഫ് ഏജൻസ്, പല വിധത്തിലുള്ള ഏജന്റുമാരുണ്ട്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഏജൻസ്. ഇവിടെയെല്ലാം നമ്മൾ ഈ എക്സാമ്പിൾസ് ഒക്കെ കോട്ട് ചെയ്താൽ വളരെ നന്നായിരിക്കും. എങ്ങനെയാണൊരു ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ അതിൻ്റെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ എന്താ, എ ഹാഡ് സം മണി വിച്ച് ആക്ച്വലി ബിലോങ് ടു ബി. എയുടെ കൈവശം ബിയുടെ കുറേ പണം ഇരിപ്പുണ്ട്. എയുടെ കൈവശമാണ് പണം ഇരിക്കുന്നത്, പക്ഷേ ഈ പണത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ബി ആണ്. എ വിതൗട്ട് ബീസ് അതോറിറ്റി ഗേവ് ദിസ് മണി ടു സി ആസ് എ ലോൺ. എ എന്താണ്, ബിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഈ പണം സിക്ക് ലോണായിട്ട് കൊടുക്കുന്നു. ലേറ്റർ ബി അക്സെപ്റ്റഡ് ദി ഇൻട്രസ്റ്റ് ഓൺ ദിസ് മണി ഫ്രം സി. പിന്നീട് സിയിൽ നിന്നും ഈ പണത്തിൻ്റെ ഇൻട്രസ്റ്റ് ബി അക്സെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ ബിയുടെ പണം എയുടെ കൈവശമായിരുന്നു. എ ബിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഈ പണം സിക്ക് ലോണായിട്ട് കൊടുക്കുന്നു. പിന്നീട് സി ഇങ്ങനെ ലോണായിട്ട് സ്വീകരിച്ചിരിക്കുന്ന പണത്തിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ടുപോയി എയുടെ കൈവശം കൊടുക്കുക ചെയ്യുന്നപ്പം ഇവിടെ ലേറ്റർ ബിയുടെ പണം അത് സിക്ക് കൊടുക്കുന്നു. ബി പിന്നീട് ഇതിൻ്റെ ഇൻട്രസ്റ്റ് സ്വീകരിക്കുന്നു. അപ്പം ലേറ്റർ ബി അക്സെപ്റ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ദിസ് മണി ഫ്രം സി. ഇൻ ദിസ് കേസ് ബി's conduct, that is acceptance of interest, implies a ratification of the loan given by A. ഇവിടെ ഇൻട്രസ്റ്റ് സ്വീകരിക്കുന്നതോടുകൂടി എ സിക്ക് കൊടുത്തിരിക്കുന്ന ആ ലോൺ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന ഒരു ഏജൻസി ക്രിയേഷൻ എന്താ പറയുന്നത്, ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ. നൗ വി ഷാൽ ഡിസ്കസ് അബൌട്ട് കൈൻഡ്സ് ഓഫ് ഏജൻസ്. ഇപ്പം ഏജൻസിനെ നമ്മളെന്താ മെർക്കൻറ്റൈൽ ഏജൻസും നോൺ മെർക്കൻറ്റൈൽ ഓർ നോൺ കൊമേഴ്ഷ്യൽ ഏജൻസും രണ്ട് തരത്തിലാണ് മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നത്. മെർക്കൻറ്റൈൽ ഏജൻസ് എല്ലായ്പ്പോഴും എന്താ കൊടുക്കൽ വാങ്ങലുകളിൽ ഏർപ്പെടുന്ന ഏജന്റാണ്. മെർക്കൻറ്റൈൽ ഏജന്റ് മേ ബി ഡിഫൈൻഡ് ആസ് എൻ ഏജന്റ് who has authority to sell or consign goods or buy goods or raise money on the security of the goods on behalf of his principal. പ്രിൻസിപ്പലിന് വേണ്ടി സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ പ്രിൻസിപ്പലിൻ്റെ സാധനങ്ങൾ ഈട് വെച്ച് പണം ലോണായിട്ട് എടുക്കുകയൊക്കെ ചെയ്യാൻ അധികാരമുള്ള ഏജന്റുമാരെ എന്ന് നമ്മൾ പറയും, കൊമേഴ്ഷ്യൽ ഏജൻസ് എന്ന് പറയും. കൊമേഴ്ഷ്യൽ ഏജൻസ് സാധാരണയായിട്ട് പ്രിൻസിപ്പലിൻ്റെ ബിഹാഫ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഗുഡ്സ് ചില ഏജന്റുമാരെ കടമായിട്ട് കൊടുക്കും. ഇതെല്ലാം ഒരു മെർക്കൻറ്റൈൽ ഏജൻസ് ആണ്, ഡീലിങ്സ് വിത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് അവിടെ വരുന്നത്. അതിൽ തന്നെ എന്താ നമ്മൾ മെർക്കൻറ്റൈൽ ഏജൻസിൽ ആദ്യത്തെ എന്താ ബ്രോക്കർ. ബ്രോക്കറിൻ്റെ കൈവശം സാധനങ്ങൾ ഉണ്ടാകാറില്ല. ബ്രോക്കർ എന്താണ്, ഈസ് എ നെഗോഷിയേറ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. എ ബ്രോക്കർ ഈസ് എ മെർക്കൻറ്റൈൽ ഹൂ ഈസ് അപ്പോയിൻറ്റഡ് ടു നെഗോഷിയേറ്റ് ആൻഡ് മേക്ക് കോൺട്രാക്ട്സ്. ഇപ്പോൾ പാർട്ടിക്കാരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യുന്ന ഏജന്റുമാരാണ് ബ്രോക്കേഴ്സ്. ഈ ബ്രോക്കേഴ്സിന് കമ്മീഷൻ കിട്ടാറുണ്ട് ബ്രോക്കേഴ്സ്. അപ്പോൾ അവർ സാധനങ്ങൾ വിൽക്കുന്നൊന്നുമില്ല, ഒരു നെഗോസിയേഷൻ നടത്തി ഇപ്പോൾ പ്രിൻസിപ്പലിനെയും തേർഡ് പാർട്ടീസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുക ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഏജൻസ് എന്താണ്, ബ്രോക്കേഴ്സ്. ഇതിൽ കൊമേഴ്ഷ്യൽ ഏജന്റ് ആണ്. ദെൻ സെക്കൻഡ്ലി ഫാക്ടർ. അപ്പം ഫാക്ടർ ഈസ് എ മെർക്കൻറ്റൈൽ ഏജന്റ് ടു ഹും ഗുഡ്സ് ഓർ ബിൽ ഓഫ് ലേഡിങ് മറ്റ് ഡോക്യുമെൻസോ ഒക്കെ കൺസൈൻ ചെയ്യുകയും അതുപോലെ തന്നെ ഈ സെൻട്രൽ പൊസിഷൻ ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ കൈവശമുണ്ട്, കൈവശം വെച്ചിരിക്കുന്ന സാധനങ്ങൾ പ്രിൻസിപ്പലിന് വേണ്ടി വിൽക്കുകയും പണം സ്വീകരിക്കുകയും ആ പണം പ്രിൻസിപ്പൽ റെമിറ്റ് ചെയ്യുകയും കമ്മീഷൻ വാങ്ങുകയും ചെയ്യാവുന്ന ഏജന്റുമാരെന്നാണ് ഫാക്ടേഴ്സ്. അപ്പം ഫാക്ടേഴ്സ് അവർ ഓൺ ബിഹാഫ് ഓഫ് ദി പ്രിൻസിപ്പൽ ദേ സെൽ ഗുഡ്സ്, സാധനങ്ങൾ കൈവശം വയ്ക്കുന്നു, സാധനങ്ങൾ വിൽക്കുന്നു. അപ്പം ഫാക്ടേഴ്സിൻ്റെ മെയിൻ എന്താ, ഫാക്ടേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് വിത്ത് പൊസിഷൻ ഓഫ് ഗുഡ്സ്, ഗുഡ്സിൻ്റെ പൊസിഷനും കൂടി അവർക്ക് വേണ്ടി അവരുടെ കൈവശമുണ്ട്. ദെൻ ഓക്ഷനിയർ ഈസ് എ മെർക്കൻറ്റൈൽ ഏജന്റ് ഹൂ ഈസ് അപ്പോയിൻറ്റഡ് ടു സെൽ ഗുഡ്സ് ബൈ പബ്ലിക് ഓപ്ഷൻ. പബ്ലിക് ഓപ്ഷനിലൂടെ സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഏജന്റാണ് ഓക്ഷനിയർ. പബ്ലിക് ഓപ്ഷനിൽ എന്താ, ദി ഓക്ഷനിയർ സെൽസ് ഗുഡ്സ് ടു ദി ഹയസ്റ്റ് ബിഡർ, ഏറ്റവും കൂടുതൽ തുക പറയുന്ന ആൾക്ക് സാധനങ്ങൾ വിൽക്കും. അങ്ങനെയുള്ള ഏജൻസ് എന്താണ്, ഓക്ഷനിയർ. ദെൻ കമ്മീഷൻ ഏജന്റ് ഈസ് എ മെർക്കൻറ്റൈൽ ഏജന്റ് who buys, sells
ഹു ബൈസ് ആൻഡ് സെൽ ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് റിസീവ്സ് കമ്മീഷൻ. കമ്മീഷന് വേണ്ടി കമ്മീഷന് വേണ്ടിയാണ്, കമ്മീഷന് വേണ്ടി പ്രിൻസിപ്പലിന് വേണ്ടി സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഏജന്റുമാരാണ് കമ്മീഷൻ ഏജൻസ്. അപ്പം അയാളുടെ പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റ് എന്താ? ഹിസ് മെയിൻ ഇൻട്രസ്റ്റ് ഇൻ ട്രാൻസാക്ഷൻ ഇസ് കമ്മീഷൻ. അപ്പോൾ കമ്മീഷന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കമ്മീഷൻ ഏജൻസ്. ദെൻ ഡെൽ ക്രെഡിറ്റ് ഏജന്റ്. ഡെൽ ക്രെഡിറ്റ് ഏജന്റ് പ്രധാനപ്പെട്ട കാര്യം എന്താ? ഒരു ഗ്യാരണ്ടീസ് ദി റീപേയ്മെന്റ് ഓൺ ക്രെഡിറ്റ് സെയിൽസ്. അപ്പം ഓർ ഗ്യാരണ്ടീസ് ദി പേയ്മെന്റ് ഓൺ ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസിന്റെ പേയ്മെന്റ് ഗ്യാരണ്ടി ചെയ്യുന്ന ഏജന്റുമാരാണ് ഡെൽ ക്രെഡിറ്റ് ഏജന്റ്. അപ്പം കടം വാങ്ങിയിരിക്കുന്ന ആളുകൾ അവരത് പണം കൃത്യസമയത്ത് അടയ്ക്കുന്നില്ല എങ്കിൽ ഇങ്ങനെ വരുന്ന പൈസ ആരാ അടയ്ക്കേണ്ടത്? ഡെൽ ക്രെഡിറ്റ് ഏജൻസ് ആണ്. അപ്പം ഗ്യാരണ്ടീസ് ദി പേയ്മെന്റ് ഓഫ് ക്രെഡിറ്റ് സെയിൽസ്. അങ്ങനെയുള്ള ഏജന്റുമാരാണ് എന്താണ്? ഡെൽ ക്രെഡിറ്റ് ഏജന്റ്. അതിനൊരു അഡീഷണൽ കമ്മീഷനും കിട്ടും. അപ്പം ഡെൽ ക്രെഡിറ്റ് ഏജന്റ് ഈസ് എ മെർക്കന്റൈൽ ഏജന്റ് who undertakes to be liable to the principal for the default of the third parties to perform the contract in consideration of extra commission called del credit commission. അപ്പം തേർഡ് പാർട്ടീസ് ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ കമ്മീഷൻ സ്വീകരിച്ച് ആ തേർഡ് പാർട്ടീസിന് വേണ്ടി കാര്യങ്ങൾ പെർഫോം ചെയ്യും. സാധനങ്ങൾ കടമായിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നവർ പേയ്മെന്റ് നടത്തുന്നില്ല എങ്കിൽ ആ പേയ്മെന്റിനാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. അപ്പോൾ എന്താ, ഈ എമൗണ്ട് അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് എമൗണ്ട് ഡെൽ ക്രെഡിറ്റ് ഏജൻസി പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് അതിന് അഡീഷണൽ കമ്മീഷൻ കിട്ടും, വിച്ച് ഈസ് നോൺ ആസ് ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ. ദെൻ ബാങ്കർ. ഇപ്പോൾ ജനറലി റിലേഷൻഷിപ്പ് എന്താണ്? അതൊരു ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ്. സോ കസ്റ്റമറും ഇപ്പം ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിലും ബാങ്കർ പല സാഹചര്യങ്ങളും എന്താ, കസ്റ്റമറിൻ്റെ ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കാറുണ്ട്. ഇപ്പം ചെക്ക് കളക്ട് ചെയ്യുന്നു, ഇപ്പം കളക്ടിങ് ചെക്സ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഡിവിഡൻഡ് എക്സെട്ര. എ ബാങ്കർ ആക്ട്സ് ആസ് ദി ഏജന്റ് ഓഫ് ഹിസ് കസ്റ്റമർ സംടൈംസ്. ഇപ്പം ബാങ്കറും കസ്റ്റമർക്കും ഇടയ്ക്ക് ഒരു ഏജൻസി റിലേഷൻഷിപ്പ് ഉണ്ടാകാം. ഇതെല്ലാം എന്താണ്? ഇത് മെർക്കൻറ്റൈൽ ഏജൻസ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന 6 തരത്തിലുള്ള ഏജന്റുമാരും മെർക്കൻറ്റൈൽ ഏജൻസ് ആണ്. ദെൻ നോൺ മെർക്കൻറ്റൈൽ ഏജൻസ് ഉണ്ട്. നോൺ മെർക്കൻറ്റൈൽ ഏജന്റ് മേ ബി ഡിഫൈൻഡ് ആസ് എൻ ഏജന്റ് ഹു ഡസ് നോട്ട് യൂഷ്വലി ഡീൽ ഇൻ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. നോൺ മെർക്കൻറ്റൈൽ ഏജൻസ് ഒരിക്കലും ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സിലല്ല ഏർപ്പെട്ടിരിക്കുന്നത്. They are the agent appointed by the principal to do some act which are not done by the mercantile agent. മെർക്കൻറ്റൈൽ ഏജന്റുമാർ ചെയ്യുന്നില്ല, മെർക്കൻറ്റൈൽ ചെയ്യുന്ന പ്രവർത്തികളല്ല നോൺ മെർക്കൻറ്റൈൽ ഏജൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പ്രധാനമായിട്ട് നമ്മൾ എന്താ, ഇൻഷുറൻസ് ഏജൻസും അഡ്വക്കേറ്റ്സുമാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇൻഷുറൻസ് ഏജന്റ് ഈസ് ആൻ ഏജന്റ് ഹു ഈസ് അപ്പോയിന്റഡ് ടു ഇഫക്ട് ഇൻഷുറൻസ് പോളിസീസ് ഓൺ ബിഹാഫ് ഓഫ് ഹിസ് പ്രിൻസിപ്പൽ. ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണ്ടി ഇൻഷുറൻസ് പോളിസികൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് വിൽക്കുന്ന ഏജൻസ് ആണ് ഇൻഷുറൻസ് ഏജൻസ്. ഹി റിസീവ്സ് കമ്മീഷൻ ഫോർ ഹിസ് സർവീസസ്. ഇൻഷുറൻസ് ഏജന്റുമാരെന്താ, അയാളുടെ സർവീസിന് കമ്മീഷൻ സ്വീകരിക്കുന്നു. ദെൻ അഡ്വക്കേറ്റ് ഈസ് എ പേഴ്സൺ ഹു ഈസ് എൻഗേജ് ടു കോണ്ടക്ട് ദി ലീഗൽ പ്രൊസീഡിങ്സ് ഓൺ ബിഹാഫ് ഓഫ് ഹിസ് ക്ലയന്റ്. ഹി റിസീവ്സ് ഫീസ് ഫോർ ഹിസ് സർവീസസ്. ഇത് രണ്ടും നോൺ കൊമേഴ്ഷ്യൽ ഏജൻസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. നെക്സ്റ്റ് വി ഷാൽ ഡിസ്കസ് അബൌട്ട് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ഏജൻസ്. ഏജൻസിന്റെ ക്ലാസിഫിക്കേഷൻ. ഒന്ന്, സ്പെഷ്യൽ ഏജൻസ്. സ്പെഷ്യൽ ഏജൻസ് എന്താ? ഇഫ് ദി ഏജന്റ് ഈസ് അപ്പോയിന്റഡ് ഫോർ എ സ്പെസിഫിക് ആക്ട് ഓർ എ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ, ഹി ഈസ് നോൺ ആസ് എ സ്പെഷ്യൽ ഏജന്റ്. ആൻ ഏജന്റ് ഈസ് എംപ്ലോയിഡ് ടു സെൽ ഓർ പർച്ചേസ് എ ഹൗസ്. ഒരു വീട് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ വേണ്ടി മാത്രമായിട്ട് ഒരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹി ഈസ് നോൺ ആസ് എ സ്പെഷ്യൽ ഏജന്റ്. എ അപ്പോയിന്റ്സ് ബീസ് ടു പർച്ചേസ് എ ഹൗസ് ഓൺ ഹിസ് ബിഹാഫ്, അല്ലെങ്കിൽ എ അപ്പോയിന്റ്സ് ബി ടു സെൽ എ ഹൗസ് ഓൺ ഹിസ് ബിഹാഫ്. ഇവിടെ എന്താ, ഒരു പ്രത്യേക പ്രവൃത്തിക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെയുള്ള ഏജന്റ് എന്താണ്, സ്പെഷ്യൽ ഏജൻസ് ആയിട്ട് അറിയപ്പെടും. ദെൻ ജനറൽ ഏജൻസ്. ഇപ്പോൾ എന്താ, ഒരു ജനറൽ ഏജന്റ് ഹു ഈസ് അപ്പോയിന്റഡ് ടു പെർഫോം ഓൾ ആക്ട്സ്, എല്ലാ പ്രവൃത്തികളും റിലേറ്റിംഗ് ടു എ പർട്ടിക്കുലർ ട്രേഡ് ഓർ ബിസിനസ്, ഒരു പ്രത്യേക ട്രേഡോ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും ചെയ്യാനുള്ള ഒരു ഏജന്റായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. Then he can do all legal acts for the purpose of carrying on the trade of the business on his principal. പ്രിൻസിപ്പലിന് വേണ്ടി ആ ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഏജൻസ് ആണ് ജനറൽ ഏജൻസ് ആണ്. സ്പെഷ്യൽ ഏജന്റ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. അപ്പം അത് പെർഫോം ചെയ്യുന്നതോടുകൂടി ആ ഏജൻസി റിലേഷൻഷിപ്പും അവിടെ അവസാനിക്കുന്നു. ദെൻ യൂണിവേഴ്സൽ ഏജന്റ്. അപ്പം പ്രിൻസിപ്പലിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നു. യൂണിവേഴ്സൽ ഏജന്റ് അതാണ്.
A universal agent is an agent who is appointed to do all the various trade or business of his principal. പ്രിൻസിപ്പിളിൻ്റെ എല്ലാ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടതും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഏജന്റാണ്. ദെൻ universal agent, in other words, he is an agent who is authorized to do all the acts which his principal can lawfully do under the provisions of the law of the land. അപ്പം രാജ്യത്ത് നിലവിൽ നിയമപ്രകാരം പ്രിൻസിപ്പലിന് എന്തൊക്കെ ചെയ്യാവോ ആ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതിന് വേണ്ടി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു ഏജന്റാണ്. ദെൻ ഡ്യൂട്ടീസ് ഓഫ് എൻ ഏജന്റ്, പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്തൊക്കെയാണ്? ആ ഡ്യൂട്ടി ഒന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഒന്ന്, ഡ്യൂട്ടി ടു ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി പ്രിൻസിപ്പൽ, ദാറ്റ് ഈസ് ഗിവൻ ഇൻ സെക്ഷൻ 211. പ്രിൻസിപ്പലിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്യാനൊരു ഡ്യൂട്ടി ഏജന്റിനുണ്ട്. An agent has a duty to follow all the instructions given by the principal. ഇനി പ്രിൻസിപ്പലിന് നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ആ ട്രേഡിലോ അല്ലെങ്കിൽ ആ ഒരു ഓരോ ട്രേഡിൻ്റെയും കസ്റ്റംസ് അനുസരിച്ചുള്ള ഒരു പ്രത്യേക രീതിയിൽ വേണം ഏജന്റ് പ്രവർത്തിക്കാനായിട്ട്. ആദ്യത്തെ ഡ്യൂട്ടി ടു ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി പ്രിൻസിപ്പൽ, ദാറ്റ് ഈസ് ഗിവൻ ഇൻ സെക്ഷൻ 211. ദെൻ ഡ്യൂട്ടി ടു കാരി ഔട്ട് ദി വർക്ക് വിത്ത് കെയർ ആൻഡ് സ്കിൽ. ഇപ്പോൾ പ്രിൻസിപ്പൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടി അത് റീസണബിൾ കെയറും സ്കില്ലും ഉപയോഗിച്ച് പെർഫോം ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട്. സോ ഡ്യൂട്ടി ടു കാരി ഔട്ട് ദി വർക്ക് വിത്ത് കെയർ ആൻഡ് സ്കിൽ, ദാറ്റ് ഈസ് ഗിവൻ ഇൻ സെക്ഷൻ 212. ദെൻ ഡ്യൂട്ടി ടു റെൻഡർ അക്കൗണ്ട്സ് ടു ദി പ്രിൻസിപ്പൽ. ഇപ്പം എല്ലാ വർക്കിൻ്റെയും അക്കൗണ്ട് കൃത്യമായിട്ട് സൂക്ഷിക്കുന്നതും ആവശ്യപ്പെടുമ്പോൾ ആ അക്കൗണ്ടുകൾ പ്രിൻസിപ്പലിന് സബ്മിറ്റ് ചെയ്യാനുമുള്ളൊരു ഡ്യൂട്ടി ഉണ്ട്. അപ്പം എപ്പോഴെങ്കിലും ഇഫ് ദി പ്രിൻസിപ്പൽ ആസ്ക് ഫോർ സം എക്സ്പ്ലനേഷൻ, ഏജന്റ് ഈസ് ഡ്യൂട്ടി ബൗണ്ട് ടു പ്രൊവൈഡ് ദാറ്റ് എക്സ്പ്ലനേഷൻ. ഇതാണ് ഡ്യൂട്ടി ടു റെൻഡർ അക്കൗണ്ട്സ് ടു ദി പ്രിൻസിപ്പൽ, ദാറ്റ് ഈസ് ഗിവൻ ഇൻ സെക്ഷൻ 213. നമ്മൾ ഡ്യൂട്ടീസ് ഓഫ് ദി ഏജന്റ് അത് 211 to 218 തന്നിട്ടുണ്ട്. ദെൻ ഡ്യൂട്ടി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി പ്രിൻസിപ്പൽ. എല്ലായ്പ്പോഴും പ്രിൻസിപ്പളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം. എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടാവുകയാണ്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂട്ടി ഓഫ് ദി ഏജന്റ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി പ്രിൻസിപ്പൽ ആൻഡ് ടേക്ക് ഡിസിഷൻസ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പ്രിൻസിപ്പളുടെ സമ്മതത്തോടു കൂടിയേ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാവുള്ളൂ. ഡ്യൂട്ടി നോട്ട് ടു ഡീൽ ഓൺ ഹിസ് ഓൺ അക്കൗണ്ട്. ഒരിക്കലും ഏജന്റ് അയാളുടെ പേരിൽ അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിൽ പ്രവർത്തിക്കാൻ പാടില്ല. An agent should always act on behalf of his principal. He should never act on his own capacity. അതാണ് ഡ്യൂട്ടി നോട്ട് ടു ഡീൽ വിത്ത് ഹിസ് ഓൺ അക്കൗണ്ട്, സെക്ഷൻ 215. ഡു നോട്ട് മേക്ക് സീക്രട്ട് പ്രോഫിറ്റ് ഫ്രം ഏജൻസി. ഏജന്റ് ഒരിക്കലും രഹസ്യമായിട്ട് ലാഭമുണ്ടാക്കാൻ പാടില്ല. ഏജന്റ് ഡീലിങ്സ് ഒരിക്കലും പ്രിൻസിപ്പലിനെ വഞ്ചിച്ച് ലാഭം ഉണ്ടാക്കാവുന്ന രീതിയിലാകാൻ പാടില്ല. ഏജന്റ് ഷുഡ് നോട്ട് മേക്ക് എനി സീക്രട്ട് പ്രോഫിറ്റ് ഫ്രം ഹിസ് ഡീലിങ്സ് വിത്ത് തേർഡ് പാർട്ടീസ്. തേർഡ് പാർട്ടീസുമായിട്ടുള്ള ഡീലിങ്സിൽ രഹസ്യമായിട്ട് ഒരിക്കലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പാടില്ല. ഡു നോട്ട് മേക്ക് സീക്രട്ട് പ്രോഫിറ്റ്സ് ഫ്രം ഏജൻസി. ദെൻ ഡ്യൂട്ടി ടു പേ ദി എമൗണ്ട് റിസീവ്ഡ് ഫോർ ദി പ്രിൻസിപ്പൽ. എല്ലായ്പ്പോഴും പ്രിൻസിപ്പലിന് വേണ്ടി റിസീവ് ചെയ്യുന്ന എമൗണ്ട് പ്രിൻസിപ്പൽ തന്നെ പേ ചെയ്യണം. ദാറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി ഏജന്റ്. ഡ്യൂട്ടി ടു പേ ദി എമൗണ്ട് റിസീവ്ഡ് ഫോർ ദി പ്രിൻസിപ്പൽ. ഇപ്പോൾ ഏജൻസി വർക്കിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുന്നു, കിട്ടുന്ന എമൗണ്ട് അതേപടി തന്നെ പ്രിൻസിപ്പലിന് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. ദെൻ ഡ്യൂട്ടി നോട്ട് ടു സെറ്റ് അപ്പ് അഡ്വൈസ് ടൈറ്റിൽ. ഇനി വിൽക്കുന്നതിന് വേണ്ടി ഇഫ് സം ഗുഡ്സ് ആർ എൻട്രസ്റ്റഡ് ടു ദി ഏജന്റ് ഫോർ സെയിൽ, ദി ഏജന്റ് ഷുഡ് നോട്ട് ക്രിയേറ്റ് ഇൻ അഡ്വൈസ് ടൈറ്റിൽ. ഈ വസ്തുക്കളുടെ മേൽ ഒരു ഉടമസ്ഥാവകാശം സ്ഥാപിക്കാനോ വിൽക്കാനോ പാടില്ല. ഡ്യൂട്ടി നോട്ട് ടു സെറ്റ് അപ്പ് അഡ്വൈസ് ടൈറ്റിൽ. ഇപ്പം പ്രിൻസിപ്പലിൻ്റെ ഉടമസ്ഥാവകാശത്തെ നിഷേധിക്കാനോ മറ്റ് ടൈറ്റിൽ അതിൻ്റെ മേൽ കരസ്ഥമാക്കാനോ ഒന്നും പാടില്ല. അപ്പം അതെന്താ? ഡ്യൂട്ടി നോട്ട് ടു സെറ്റ് അപ്പ് അഡ്വൈസ് ടൈറ്റിൽ, ദാറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 218. ദെൻ നെക്സ്റ്റ്, ഡ്യൂട്ടി ടു പാസ് ഇൻഫർമേഷൻ ടു ദി പ്രിൻസിപ്പൽ. ഏതെങ്കിലും ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ immediately that information has to be passed to the principal. Duty to pass information to the principal. Then
ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പ്രിൻസിപ്പൽ ഇൻ കേസ് ഓഫ് ഹിസ് ഡെത്ത് ഓർ ഇൻസാനിറ്റി. ഇപ്പം പ്രിൻസിപ്പൽ മരിക്കുകയാണെങ്കിൽ ഏജൻസി കോൺട്രാക്ട് അവസാനിക്കുമെങ്കിലും, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഇൻസൈൻ ആവുകയാണ് എങ്കിൽ അതുവരെയുള്ള ഡീലിങ്സിൽ പ്രിൻസിപ്പലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഡ്യൂട്ടി ഏജന്റിന് ഉണ്ടാകുന്നുണ്ട്. ഓൺ ദി ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ദി പ്രിൻസിപ്പൽ, ദി ഏജൻസി റിലേഷൻഷിപ്പ് ഈസ് ടെർമിനേറ്റഡ്. ഇൻ സച്ച് കേസസ് it becomes duty of the agent to take all reasonable steps to protect the interest assigned to him by the late principal. The late principal അസൈൻ ചെയ്തിരിക്കുന്ന എല്ലാ താല്പര്യങ്ങളും അത് സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത ഏജന്റിനുണ്ടാകുന്നു. ഇൻ കേസ് ഓഫ് ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ദി പ്രിൻസിപ്പൽ, ദെൻ ഡ്യൂട്ടി നോട്ട് ടു ഡെലിഗേറ്റ് ഹിസ് അതോറിറ്റി. ഒരു ഏജന്റ് അയാൾക്ക് കിട്ടിയിരിക്കുന്ന അതോറിറ്റി ഒരിക്കലും മറ്റൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഏജൻസിൻ്റെ അതോറിറ്റി എന്താ? ഡെലിഗേറ്റഡ് അതോറിറ്റിയാണ്. ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്ന അതോറിറ്റി ഒരിക്കലും മറ്റൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഒരു ജനറൽ റൂൾ പറയുന്നത്. ദെൻ എ പ്രിൻസിപ്പൽ ഓൾവേസ് അപ്പോയിന്റ്സ് an agent in whom he has full trust and confidence about his integrity and skill. Thus an agent must do personally the work delegated to him by his principal. ഏജന്റ് അയാളെ ഏൽപ്പിച്ചിരിക്കുന്ന വർക്ക് സ്വയം ചെയ്യണം. He should not delegate that work to somebody else.